അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. കാരണം എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്. അവൾക്ക് എന്നേക്കാൾ കൂടുതൽ എൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ ഇഷ്ടം. മാത്രമല്ല അവൾക്ക് അവിടെയാണ് കൂടുതലും ബന്ധങ്ങളുള്ളത്. അതുകൊണ്ട് അവൾ നേരെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനും പൊന്നും കണനും കൂടെ അവിടെ പോയിട്ട് അവിടെ നിന്ന് അവളെ കൂട്ടിയിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ വിളിച്ച പാലഴിക്കാ? ഓ അവ പാലഴിക്കാ പോന്ന്. ശരി, ഓടണ്ടേ, നല്ല പോയാൽ മതി. എങ്ങനെയാ ടാറ്റാ പീലിക്കുട്ടി, നമ്മൾ വേട്ടെ. അമ്മമ്മ എടുത്തു. പുതിയ വീടാ? അതെയാ? എന്ത് രസമല്ലേ വാങ്ങിട്ടോടാ. മാറ്റി ചേരിപ്പിന് ഇതാ ബേ മണ്ണ് പിടിക്കും. പട്ടി പട്ടിയുണ്ടല്ലേ? വെള്ളയാ? അതിപ്പോ എല്ലാ പൂച്ചാനെയും കടിച്ചു കൊല്ലുന്ന പോലെ. ഞങ്ങളിടക്ക് തടയുണ്ടായിരുന്നു പിന്നെ അല്ല ആയിക്കൂടെ. എന്താ ഞാൻ അങ്ങോട്ട് ഇരിക്കാൻ സീറ്റ് കിട്ടിയോ ചോദിക്കാൻ നിൽക്കുന്നത്? അതിനെന്നാ ചോദിച്ചൂടെ. ആരാ അത്? അതെന്നാ ചട്ടി വെച്ച്, ചട്ടി മുഖം പോലെ ആക്കി വെച്ച്. ആ ചട്ടി മുഖം. വാ വേഗം വാ. എല്ലാ കിച്ചു അല്ലേ ഇത്? രാജേട്ടാ, ആ വരുന്ന വഴി. വരുന്നുണ്ടാടാ? നീ വരുന്ന? അതെയാ? പട്ടി ഇച്ചുവേട്ടനെ കടിക്കുന്ന ഡോക്ക് പേടിയുണ്ടാ? ചേച്ചീനെ വെച്ച് നടന്നോ? എണേ കുട്ടീനെയും കൂട്ടണേ. കുപ്പായത്തിൻ്റെ മുകളിൽ ഒരു കൈ വെക്കേണ്ടി വന്നല്ലോ. ആരിത്? അച്ഛനോട് പോയി. എന്നാ പോട്ടെ. ചേച്ചി തട്ട് പോലും ഇല്ല. അച്ചാച്ചൻ അതിനെ കെട്ടിയിടുപ്പോ. എടാ വീണോ? കുഞ്ഞിൻ്റെ മുടിയെല്ലാം നോക്കിയാ? ഇറങ്ങി അതെ കൊണ്ടുപോയോ? എത്ര ദിവസം പരിപാടിയാ? കുറച്ച് ഡ്രസ്സേ ഉള്ളൂ. നമ്മൾ 5-6 ദിവസം അല്ലേ? ആ
അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് വിനീഷ എന്നാണ് പേര്. ഞാൻ വാവാച്ചി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഞങ്ങൾ പാലക്കാട് ഒരുമിച്ചാണ് പഠിച്ചത്. പിന്നെ എൻ്റെ ക്ലാസ്മേറ്റ് മാത്രമായിരുന്നില്ല, റൂംമേറ്റും കൂടെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കോളേജിൽ വന്ന ആ ഒരു ടൈമിൽ എനിക്ക് അവളെയും അവൾക്ക് എന്നെയും കണ്ണിന് നേരെ കണ്ടുകൂടായിരുന്നു കേട്ടോ. നമുക്ക് തമ്മിൽ ഇഷ്ടമേ അല്ലായിരുന്നു. പിന്നെ എപ്പോഴോ കൽപ്പാത്തി സംഗീതോത്സവത്തിൻ്റെ ആ ഒരു ടൈമിലാണ് ഞങ്ങൾ തമ്മിൽ നല്ലൊരു അടുപ്പുണ്ടായത്. അതിനുശേഷം പിന്നെ ഞാൻ അവൾക്കും അവൾക്ക് ഞാനും അങ്ങനെ ആയൊരു അവസ്ഥയിലായിരുന്നു കേട്ടോ. പിന്നെ ദൂരത്തുനിന്ന് വന്നിട്ട് പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, നമുക്ക് നമ്മൾ മാത്രം എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ അങ്ങനെ ആ സ്നേഹം അങ്ങനെ വളർന്നു. പിന്നെ അതിന് ശേഷം ഇന്ന് വരെയും ആ സ്നേഹം അതുപോലെ നിലനിന്ന് പോകുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എനിക്ക് എൻ്റെ സിസ്റ്റർ എന്ന് പറയാനാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. കാരണം അത്രയും ഇഷ്ടമുണ്ട് എനിക്ക്, അതുപോലെ തന്നെ അവൾക്ക് എൻ്റെ അടുത്തും. അപ്പോൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ ഒരു എന്താ പറയുക, ഒരു ഫ്രണ്ടിൻ്റെ ആ ഒരു ലെവലിലേക്ക് മാറ്റാൻ എനിക്ക് അത്ര താല്പര്യമില്ല. ശരിക്കും അവളെനിക്ക് കൂടപ്പിറപ്പ് തന്നെയാണ് കേട്ടോ. ഇതെന്റെ അമ്മയാ നിങ്ങൾ പറയുന്നു. ഇയാളാണോ? പോകാം നമുക്ക്. പാച്ചൂട്ട് പോവാം. അല്ല എന്തെങ്കിലും എടുക്കാൻ വിട്ടു പോയി കഴിഞ്ഞാൽ അയ്യോ അതെടുത്ത് പിടിച്ചു വെക്കാൻ നോക്കിട്ടാ പോവാ. എന്നാല് നോക്കെ കൊട എടുത്തിനേനാ. ഇരുട്ടി വഴി പോവും. അതന്നെ ഞാൻ പോയിട്ടുണ്ട്. അമ്മ ഞാൻ പോയിട്ട് അമ്മ ഇങ്ങനത്തെ ചെരുപ്പിട്ടത് സിവിൽ സ്റ്റേഷനിൽ പെൻഷൻ വാങ്ങാൻ ചോറ് തിന്ന് പോകാൻ വേണ്ടി ഒരു വലിച്ചെരുപ്പ് ചപ്പാട് ബിജന്റെ ഇത് കയറല. അയ്യോ ചെരുപ്പ് മാറി എന്നോട് തന്നെയാ. രണ്ടും ഒരേപോലെ തന്നെ, അത് പ്രശ്നമില്ല. ഞാൻ രണ്ടും ആരാ അറിയുന്നത്? അത് ട്രെൻഡാപ്പോ അത് പറയലും കല്ലുമ്പ ചവിട്ടാൽ അറ്റ പോകല് അങ്ങനെ അവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.